ഫോക്കസ് ഓൺ ഫൈനാൻസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇന്ത്യയിലെ ഓഹരി വിപണിയിൽ അതിഭീമമായ തോതിലുള്ള വില തകർച്ചയാണ് അനുഭവപ്പെട്ടത്. ഇതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് വിദേശ ധനസ്ഥാപനങ്ങളിൽ നിന്നുള്ള വലിയ തോതിലുള്ള ഓഹരി വിൽപ്പനയായിരുന്നു. മറ്റൊരു കാരണം US ഡോളറുമായുള്ള വിനിമയത്തിൽ ഇന്ത്യൻ കറൻസിയായ രൂപയ്ക്ക് അനുഭവപ്പെട്ട വലിയ ദൗർബല്യമാണ്. എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ ആഘാതമായി മാറിയത് അമേരിക്കൻ പ്രസിഡൻറ്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ മേൽ അടിച്ചേൽപ്പിച്ച 50% തീരുവയാണ്. അതിൻ്റെ ആഘാതത്തിൻ്റെ ഫലമായിട്ട് IT ഓഹരികൾ, ബാങ്കിങ് ഓഹരികൾ തുടങ്ങി എല്ലാ വ്യവസായ മേഖലകളിൽ നിന്നുമുള്ള ഓഹരികളിൽ വില തകർച്ച അനുഭവപ്പെട്ടു. വൻകിട കമ്പനികളുടെ ഓഹരികൾ മാത്രമല്ല, ഇടത്തരം ചെറുകിട കമ്പനികളുടെ ഓഹരികളിലും വലിയ വില ഇടിവാണ് അനുഭവപ്പെട്ടതെന്ന് നാം കണ്ടു. ഈ വില തകർച്ച എത്ര നാൾ നീണ്ടു നിൽക്കും, ഇല്ലെങ്കിൽ ഇതിൻ്റെ ആഘാതം എത്ര നാൾ ഉണ്ടാവും, ഇത് വേഗം കെട്ടടങ്ങുമോ തുടങ്ങിയ സംശയങ്ങൾ നിക്ഷേപകർക്കുണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഈ സാഹചര്യത്തിൽ മുൻകാല തകർച്ചകൾ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. വളരെ അടുത്ത കാലത്ത് US ഷോർട്ട് സെല്ലറായ ഹിൻഡൻബർഗ് എന്ന് പറയുന്ന സ്ഥാപനം ഇന്ത്യയിലെ ഓഹരി വിപണിയെ തകർക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു തന്ത്രം നമ്മൾക്ക് മറക്കാറായിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ സാമ്രാജ്യത്തിൻ്റെ ഉടമയായ അദാനിയുടെ സാമ്രാജ്യം തകർക്കുന്നതിനും ഇന്ത്യൻ ഓഹരി വിപണിയെ തന്നെ തകർക്കുന്നതിനും ലക്ഷ്യമിട്ട് ആയിരുന്നു ഹിൻഡൻബർഗിൻ്റെ ബോംബ്. എന്നാൽ അത് സൃഷ്ടിച്ച ആഘാതത്തെ, അതുമൂലമുണ്ടായ പരിഭ്രാന്തിയെ, അതുമൂലമുണ്ടായ വലിയ തോതിലുള്ള വില തകർച്ചയൊക്കെ അതിവേഗം അതിജീവിക്കാൻ ഇന്ത്യൻ വിപണിക്ക് കഴിഞ്ഞു. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയെ പോലും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാണ് ഹിൻഡൻബർഗ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. എന്നിരുന്നിട്ട് കൂടി ഇന്ത്യയിലെ ഓഹരി നിക്ഷേപകർക്ക് വിപണിയുടെ കരുത്ത് വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഈ സാഹചര്യത്തിൽ വേണം നമ്മൾ ഇപ്പോഴത്തെ സ്ഥിതിയെ വിലയിരുത്തേണ്ടത്. ഇതിനു മുമ്പ് ഹിൻഡൻബർഗിൻ്റെ ബോംബിന് മുമ്പ് എത്രയോ തവണ ഇന്ത്യൻ വിപണിക്ക് ഇതുപോലെയുള്ള ആഘാതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2008 ആഗോള സാമ്പത്തിക മാന്ദ്യം, അതുപോലെ തന്നെ വിദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള തുടർച്ചയായ ഓഹരി വിൽപ്പന, ക്രൂഡ് ഓയിലിൻ്റെ വില വർധന, ഇങ്ങനെ പല കാരണങ്ങളും US തന്നെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിൻ്റെ തുടർച്ചയായ പലിശ വർധന, ഇതൊക്കെ തന്നെ ഇന്ത്യൻ വിപണിയെ വലിയ തോതിൽ ബാധിച്ച സംഭവങ്ങളാണ്. പക്ഷേ ആ ആഘാതങ്ങളെയൊക്കെ വളരെ വേഗം അതിജീവിച്ച ചരിത്രമാണ് ഇന്ത്യൻ വിപണിക്കുള്ളതെന്നും നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണാം. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ ഇന്ത്യൻ വിപണിക്ക് കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴത്തെ സ്ഥിതി തന്നെ നോക്കുക. ആദ്യം ട്രംപ് പ്രഖ്യാപിച്ചത് 25% തീരുവയാണ്. അതിനു പുറമെ ഒരു പിഴ എന്ന നിലയിലാണ് അഡീഷണലായി അധികമായി 25% തീരുവ കൂടി ചുമത്തിയിരിക്കുന്നത്. അതിനുള്ള കാരണമായിട്ട്, ന്യായമായിട്ട് ട്രംപ് പറയുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു എന്നുള്ളതാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുമ്പോൾ ഇന്ത്യ നൽകുന്ന പണം റഷ്യ ഉക്രൈനെതിരായുള്ള യുദ്ധത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് ട്രംപിൻ്റെ വാദം. ഈ വാദം അർത്ഥമില്ലാത്തതാണ്, കഴമ്പില്ലാത്തതാണ്. എങ്കിൽ കൂടി ആ ന്യായത്തിൻ്റെ പേരിലാണ് ട്രംപ് 25% അധിക തീരുവ പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പിഴശിക്ഷ എന്ന നിലയിൽ ഉള്ള 25% ഇത് ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് ഏതാനും മാസങ്ങളായി. അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ട്രംപ് ഈ പ്രഖ്യാപനം നടത്തിയെന്നുള്ളത് കൊണ്ട് ഇത് ഇപ്പോൾ നടപ്പായിരിക്കുന്നതിനും ഇടയിലുള്ള ആ ഒരു കാലയളവ് ഇന്ത്യയിലെ വ്യവസായ വാണിജ്യ മേഖലയ്ക്ക് വളരെയേറെ സാവകാശം നൽകിയിട്ടുണ്ട്. അവർക്ക് ഇന്ത്യയിലെ വ്യവസായ വാണിജ്യ മേഖലയിലെ സ്ഥാപനങ്ങൾക്ക്
ബദൽ വിപണികൾ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ ഇന്ത്യൻ വിപണിയിലെ പ്രവർത്തനം വിപുലമാക്കുന്നതിനുള്ള സാവകാശമാണ്, അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനുള്ള ആസൂത്രണം ചെയ്യുന്നതിനുള്ള അവസരമാണ് അങ്ങനെ ഈ സാവകാശത്തിലൂടെ ലഭിച്ചതെന്ന് കാണാം. കേരളത്തിലെ ഒരു ഉദാഹരണം തന്നെ പറഞ്ഞാൽ, കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ സ്ഥാപനങ്ങളിൽ ഒന്നാണ് കിറ്റക്സ് ഗാർമെൻറ്റ്സ് ലിമിറ്റഡ്. എറണാകുളത്തിന് സമീപമുള്ള കിഴക്കമ്പലത്ത് സ്ഥിതി ചെയ്യുന്ന കിറ്റക്സ് ഗാർമെൻറ്റ്സ് ലിമിറ്റഡിൻ്റെ 100% ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്കയിലെ വാൾമാർട്ട്, അതുപോലെ തന്നെ ടോയ്സ് ആർ അസ് തുടങ്ങിയ വിപണന ശൃംഖലകളിലൂടെ, റീറ്റെയിൽ ശൃംഖലകളിലൂടെയാണ് ഈ കിറ്റക്സിൻ്റെ ലിറ്റിൽ സ്റ്റാർ എന്ന ബ്രാൻഡിലുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നത്. ഈ ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന ഉൽപ്പന്നങ്ങൾ നവജാത ശിശുക്കൾക്ക് ഉള്ളതാണ്. ഇതിൻ്റെ കയറ്റുമതിയാണ് ചെയ്യുന്നത്. ലോകത്ത് ഇത്തരം വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കമ്പനികളിൽ 2ാം സ്ഥാനമാണ് കിറ്റക്സിനുള്ളത്. 1ാം സ്ഥാനമുള്ളത് ചൈനയിലെ കമ്പനിക്കാണ്, 2ാം സ്ഥാനമാണ് കിറ്റക്സിനുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ഈ അധിക തീരുവ ഏർപ്പെടുന്നതിലൂടെ ഇന്ത്യയിൽ നിന്നുള്ള ഈ നവജാത ശിശുക്കൾക്കുള്ള വസ്ത്രങ്ങളുടെ കയറ്റുമതിയെ നിയന്ത്രിക്കാനാവും, അല്ലെങ്കിൽ അത് നിലച്ചു പോകും എന്നൊക്കെയുള്ള ധാരണയാണ് ട്രംപിനുള്ളത്. എന്നാൽ ഇത് ശരിയല്ല. കാരണം ഇന്ത്യ കഴിഞ്ഞാൽ പിന്നീട് ഇതേപോലെയുള്ള വസ്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും അമേരിക്കയിലേക്ക് അയക്കുകയും ചെയ്യുന്ന സ്ഥാപനങ്ങളുള്ളത് വിയറ്റ്നാമിലും ബംഗ്ലാദേശിലും മാത്രമാണ്. എന്നാൽ അവിടെയൊക്കെ ഉൽപ്പാദനം എന്ന് പറയുന്നത് വളരെ വളരെ കുറഞ്ഞ തോതിലാണ് ഈ കിറ്റക്സിൻ്റെ ഉൽപ്പാദനവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ. അതിനർത്ഥം US-ലെ ഉപഭോക്താക്കൾക്ക് ഈ കിറ്റക്സിൻ്റെ ഉൽപ്പന്നങ്ങൾ കൂടിയേ തീരൂ എന്നുള്ള ഒരു അവസ്ഥ സംജാതമാകുമെന്നുള്ളതാണ്. പക്ഷേ അധിക തീരുവ അവർ നൽകേണ്ടി വരും എന്ന് മാത്രം. കിറ്റക്സ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ ട്രംപ് നികുതി പ്രഖ്യാപിക്കുകയും ഇത് നടപ്പിലാക്കുകയും ചെയ്തതിന് ഇടയ്ക്കുള്ള ആ ഇടവേള കിറ്റക്സ് ബദൽ വിപണികൾ കണ്ടെത്താനായിട്ട് ഉള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വിനിയോഗിക്കുകയും അതിലവർ വളരെയേറെ മുന്നേറുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്നത് വലിയൊരു വിപണിയാണ്. ഇത്രയും ഉപഭോക്താക്കളുള്ള ഒരു വിപണി ലോകത്ത് തന്നെ വളരെ ചുരുക്കമാണ്. അത് 150 കോടിയോളം ജനസംഖ്യയാണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ ഇത്രയും ഉപഭോക്താക്കളുള്ള ഒരു വിപണി, ഈ വിപണിയിലേക്ക് അവരുടെ ഉൽപ്പന്നം, ഈ ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന ഉൽപ്പന്നം അവതരിപ്പിക്കാൻ കൂടി കിറ്റക്സ് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ കിറ്റക്സ് ആ അവസരം പ്രയോജനപ്പെടുത്തുന്നതിലൂടെ അമേരിക്കൻ വിപണിയെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യൻ വിപണിയിൽ മാത്രം ഉൽപ്പന്നങ്ങൾ ചെലവഴിച്ച് അവർക്ക് മുന്നേറാനാകുമെന്ന് ആണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെയുള്ള തന്ത്രങ്ങളാണ് മറ്റ് ഈ US തീരുവയുടെ ആഘാതമേൽക്കേണ്ടി വരുന്ന മറ്റ് കമ്പനികളും ഇതേപോലുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇരിക്കുന്നതും ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നതും. 50% ഈ അധിക തീരുവ ഏർപ്പെടുത്തിയാൽ അത് ഇന്ത്യൻ വ്യവസായത്തെ തകർക്കും, ഇല്ലെങ്കിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങുന്ന ഇന്ത്യയുടെ പരിപാടി അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കും എന്നൊക്കെയുള്ള ധാരണ വെറുതെയാണ്. കാരണം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി എന്ന് പറയുന്നത് $87,000 കോടി മാത്രമാണ്. അത് വലിയ തുകയാണ്. വലിയ തുകയാണെങ്കിൽ കൂടി അത്രയും തുകയുടെ കയറ്റുമതി ഇല്ലാതായാൽ പോലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ അത് കാര്യമായിട്ടൊന്നും ബാധിക്കാൻ പോകുന്നില്ല. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് ഏതാണ്ട് 6% ഇത് വളരെ ഉയർന്ന നിരക്കാണെന്ന് മാത്രമല്ല, ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന അതിവേഗ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യയിലേതാണെന്ന് ഫിച്ച്, S&P തുടങ്ങിയ ഈ റേറ്റിംഗ് ഏജൻസികൾ വിലയിരുത്തിയിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ $87,000 കോടി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഇല്ലാതായാൽ പോലും ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയിൽ ഉണ്ടാകുന്ന ഇടിവ് എന്ന് പറയുന്നത് അത് 1% താഴെ മാത്രമായിരിക്കും. അത് അത്ര വലിയ ആഘാതമല്ല. അപ്പോൾ പോലും നമുക്ക് ഏതാണ്ട് 6% സാമ്പത്തിക വളർച്ച കൈവരിക്കാനാകുമെന്നുള്ളതാണ് സത്യം. ഈ സാഹചര്യത്തിൽ നമ്മൾ മറ്റൊരു താരതമ്യം കൂടി നടത്തുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. അതായത് അമേരിക്കയ്ക്ക് വളരെ അടുത്തുള്ള ഒരു രാജ്യമാണ്, കരീബിയൻ ദ്വീപ് ആണ് ക്യൂബ എന്ന് പറയുന്നത്. വെറും 1 കോടി ജനസംഖ്യ മാത്രമുള്ള ഒരു ചെറിയ രാജ്യം. ആ രാജ്യത്തിന് മേലെ
ഈ വൻകിട ശക്തിയായ സാമ്പത്തിക ശക്തിയായ അമേരിക്ക സാമ്പത്തിക ഉപരോധവും അതുപോലെ മറ്റു തരത്തിലുള്ള സൈനിക പല ഉപരോധങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഏതാണ്ട് 60 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 6 പതിറ്റാണ്ട് പിന്നിട്ട ഉപരോധത്തിന് ഒരു പോറൽ പോലും ക്യൂബയ്ക്ക് മേൽ ഏൽപ്പിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നും ലോകത്തെ ഏറ്റവും മാതൃകാപരമായ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്ന് ക്യൂബയിലേതാണെന്നാണ് പല സാമ്പത്തിക നിരീക്ഷകരുടെയും അഭിപ്രായം. ആ നിലയ്ക്ക് 150 കോടി ഉപഭോക്താക്കളുള്ള 150 കോടിയുടെ ജനങ്ങൾ ഉള്ള ഈ ഇന്ത്യൻ വിപണിക്ക് മേൽ ഒരു വ്യാപാര ഉപരോധം ഏർപ്പെടുത്തിയിട്ട് ഇല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഒരു വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിട്ട് ട്രംപിനെ നേടാൻ കാര്യമായിട്ട് ഒന്നുമില്ലെന്നുള്ളതാണ് സത്യം. ഇനി മറ്റൊരു തരത്തിൽ ആലോചിച്ചാൽ ട്രംപ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ആ കർക്കശമായ നിലപാട് അതിൽ അയവ് വരാനുള്ള സാധ്യതയും നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. അതിന് കാരണവും ചരിത്രം തന്നെയാണ്. ട്രംപിൻ്റെ ആദ്യ ഭരണകാലത്ത് അലൂമിനിയത്തിനും സ്റ്റീലിനും ഇന്ത്യയിൽ നിന്നുള്ള അലൂമിനിയത്തിനും സ്റ്റീലിനും വലിയ തോതിലുള്ള ഇറക്കുമതി ചുങ്കം ട്രംപ് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ അതിന് തക്ക മറുപടിയായിട്ട് ഇന്ത്യ ചെയ്തത് അമേരിക്കയിൽ നിന്നുള്ള 28 ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയും ഭീമമായ തീരുവ ചുമത്തി. അതോടുകൂടി ട്രംപ് പത്തി താഴ്ത്തുകയും ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ തീരുവ പിൻവലിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഇത് മാത്രമല്ല, ഇപ്പോൾ ട്രംപിന് മനം മാറ്റം സംഭവിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പിന്നണിയിൽ നടക്കുന്നുമുണ്ട്. ഉദാഹരണത്തിന് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഈ 25 മുതൽ 29 വരെയുള്ള തീയതികളിൽ അമേരിക്കയിൽ നിന്നുള്ള പ്രതിനിധികൾ ഇന്ത്യയിൽ ഈ കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ആ തീരുമാനം ട്രംപ് റദ്ദാക്കി. എന്നാൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ആ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് അമേരിക്കയെ പ്രേരിപ്പിക്കുന്നതിന് സഹായകമായ ചില നയതന്ത്രപരമായ നീക്കങ്ങൾ നടത്തി വരികയാണ്. അമേരിക്കയിലെ ജനാഭിപ്രായം രൂപീകരിക്കുന്ന വ്യക്തികൾ, അതുപോലെ തന്നെ പാർലമെൻറ്റേറിയൻസ്, അവരിലൊക്കെ സ്വാധീനം ചെലുത്താനായിട്ട് ഇന്ത്യ അമേരിക്കയിലെ തന്നെ ലോബിയിങ് സ്ഥാപനത്തെ ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. പ്രതിമാസം $75,000 പ്രതിഫലം നൽകുന്ന ഒരു സ്കീമാണ് ഇന്ത്യ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ട്രംപ് എന്തെങ്കിലും ഒരു മാറ്റം ഈ കരാറിൻ്റെ കരാർ നടപ്പാക്കാനുള്ള അല്ലെങ്കിൽ കരാറിലെത്താനുള്ള ഒരു സാധ്യത തെളിഞ്ഞേക്കാം. ഇതിനൊക്കെ പുറമെ ഇന്ത്യ ഇപ്പോൾ റഷ്യയിൽ നിന്ന് 18 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് വാങ്ങുന്നത്. ഇത് ഇന്ത്യയിലെ റിലയൻസ് ഇൻഡസ്ട്രീസ്, അതുപോലെ നയാര തുടങ്ങിയ കമ്പനികളാണ് ഇത്രയും ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. അതായത് റഷ്യയുടെ എണ്ണ ഉൽപ്പാദനത്തിൻ്റെ 37% ഇന്ത്യയിലെ റിഫൈനറികളാണ് ഇറക്കുമതി ചെയ്യുന്നത്. ഇത് ട്രംപിന് ഒരു പ്രകോപനമാണെങ്കിൽ ആ പ്രകോപനത്തിൻ്റെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ചില നടപടികൾ ആലോചിച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ എണ്ണ ശുദ്ധീകരണശാലകൾ, ഈ ഇന്ത്യയിലെ റിഫൈനറികൾ ഇപ്പോൾ വാങ്ങുന്ന 18 ലക്ഷം ബാരൽ എന്നുള്ളത് ഒരു 10 ലക്ഷം ബാരലോ അല്ലെങ്കിൽ 12 ലക്ഷം ബാരലോ ആയി കുറയ്ക്കാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നതായാണ് അറിയുന്നത്. അതും ഫലപ്രാപ്തിയിലേക്ക് എത്തുകയാണെങ്കിൽ അതും ട്രംപിൻ്റെ മനംമാറ്റത്തിന് ചിലപ്പോൾ കാരണമായേക്കാം. അഭിപ്രായ സ്ഥിരതയില്ലാത്ത അവതാരമാണ് ട്രംപ് എന്നുള്ള നിലയ്ക്ക് ഇന്ത്യക്കും ഇന്ത്യൻ വിപണിക്കും ഇന്ത്യയിലെ വ്യവസായ വാണിജ്യ മേഖലയ്ക്കുമൊക്കെ വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. ഇതിനൊക്കെ പുറമെ നമ്മൾ ഓർത്തിരിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ, ഇത്തരം സാഹചര്യങ്ങൾ സംജാതമാകുമ്പോഴൊക്കെ വിപണിയിലുണ്ടായിട്ടുള്ള തകർച്ചകൾ ശാശ്വതമായിരുന്നില്ല എന്നുള്ളതാണ്. വലിയ കൊടുങ്കാറ്റ് വീശുമ്പോൾ ഉണ്ടാകുന്ന നാശനഷ്ടം അത് ക്ഷണികമായിരിക്കും, അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് മാത്രമായിരിക്കും എന്നുള്ളതുപോലെ തന്നെ വേണം ഇതിനെയും നമ്മൾ അതിന് സമാന്തരമായി മാത്രം വേണം ഇപ്പോഴത്തെ വിപണിയിലെ തകർച്ചയെ കാണേണ്ടത്. അതായത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ആഘാതം അത് അധിക ദിവസം നീണ്ടു നിൽക്കുമെന്നുള്ളത് ഉറപ്പാണ്. എത്രയും വേഗം അധിക വ്യാപാര ദിനങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ വിപണിക്ക് കരുത്ത് വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ ഈ വിലയിടിവിൻ്റെ, ഈ തകർച്ചയുടെ, ഈ പരിഭ്രാന്തിയുടെയൊക്കെ അവസരം നിക്ഷേപകർക്ക് വില കുറഞ്ഞ തോതിൽ നല്ല ഓഹരികൾ സ്വന്തമാക്കാനുള്ള അവസരങ്ങൾ നൽകുന്നുമുണ്ട്.
അത് പ്രയോജനപ്പെടുത്തിയാൽ ഇപ്പോഴത്തെ നഷ്ടത്തിൻ്റെ ആ ഒരു ആഘാതം നമുക്ക് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, നമുക്ക് മുന്നിൽ ഒരു നേട്ടത്തിൻ്റെ ഒരു രാജപാത തന്നെ തുറന്നു കിട്ടുകയും ചെയ്യും.